KPCCയുടെ പുനഃസംഘടനയിൽ പുത്തൻ തന്ത്രങ്ങളിറക്കാൻ കോൺഗ്രസ്. CPM BJP കക്ഷികളെ പ്രതിരോധിക്കാൻ സാമുദായിക മാനദണ്ഡങ്ങൾ പരിചയാക്കും. പട്ടികയിൽ ഭൂരിഭാഗം പ്രവർത്തന നിരതരായ ചെറുപ്പക്കാരെ ഉൾക്കൊള്ളിക്കാനും കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ പിണറായിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ പൊളിച്ചെടുക്കാനും ആലോചനയുണ്ട്. ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കുള്ള BJP കടന്നുകയറ്റത്തിന് തടയിടാനും കർമ്മപദ്ധതി ഒരുങ്ങുകയാണ്. സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന നേതാക്കൾ തമ്മിലുള്ള വീതം വെപ്പായി പരിണമിക്കരുതെന്ന്, അത് ബുദ്ധിപരമായി നിർവഹിക്കണമെന്നുമാണ് കോൺഗ്രസിൽ ഏതാണ്ട് ധാരണയാവുന്നത്. സംസ്ഥാനത്ത് മൂന്നാമതും അധികാരത്തിലേറുമെന്ന CPMൻ്റെ അവകാശവാദം പൊളിച്ചെടുക്കാനും മൂന്നാം ശക്തി എന്ന നിലയിൽ BJPക്കുള്ള വളർച്ച അതിൻ്റെ വേഗം കുറയ്ക്കാനും പുനഃസംഘടനയുടെ കോൺഗ്രസിനെ കേരളത്തിലെ ഒന്നാം രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റാനുമുള്ള നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDF പിന്നോട്ട് പോയ ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ കത്തോലിക്ക ഇതര ക്രൈസ്തവ മേഖലകളിലെ വോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നം ഇപ്പോഴേ തുടങ്ങണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വികാരം. എക്കാലത്തും UDFനൊപ്പം നിലയുറപ്പിച്ചിരുന്നവർ കഴിഞ്ഞ 2 തവണയായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മുന്നണിക്കൊപ്പം പോയതാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വമ്പിച്ച പരാജയമുണ്ടാകാൻ കാരണം എന്നതാണ് AICCയുടെ വിലയിരുത്തൽ. അതേപോലെ എക്കാലത്തെയും പാർട്ടി വോട്ട് ബാങ്കായ സീറോ മലബാർ സഭയിലേക്കും ഇതര സഭകളിലേക്കുമുള്ള BJPയുടെ കടന്നുകയറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 വെല്ലുവിളികൾ അതിജീവിക്കാൻ പുനഃസംഘടനാ നടപടിക്രമങ്ങൾ മുതൽ തുടക്കമിടണമെന്നും പാർട്ടി കരുതുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയുള്ള ഓർത്തഡോക്സ്, മർത്തോമ വിഭാഗങ്ങൾക്കും CSI പോലുള്ള സഭകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നു. ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തിനൊപ്പം നായർ ഈഴവ പ്രാതിനിധ്യവും ഉറപ്പിച്ചു നിർത്തണമെന്ന കാര്യവും ഗൗരവമായാണ് പാർട്ടി കാണുന്നത്. പിന്നോക്ക വിഭാഗത്തിൻ്റെയും നാടാർ വിഭാഗത്തിൻ്റെയും വിശ്വകർമ്മ, വീരശൈവ, PRDS, പെന്തക്കോസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ മൈക്രോ തലത്തിലുള്ള മാനേജ്മെൻറ്റും ഭംഗിയായി നടത്തേണ്ടതുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ സാമുദായിക സമവാക്യങ്ങളുടെ പൊളിച്ചെടുക്കൽ പുനഃസംഘടനയോടെ തുടങ്ങണമെന്നും ആവശ്യമുയരുന്നു. ഇതിനു പുറമെ 65 പരം നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ളവരെ നേരത്തെ തന്നെ കളത്തിലിറക്കി പൊതുജനങ്ങളുമായി ബന്ധിപ്പിച്ച് നിർത്തണമെന്നും വാദമുണ്ട്. പൊതുബന്ധവും സംഘടനാ ബന്ധവും ഇല്ലാത്തവരെ പ്രത്യേക സാഹചര്യത്തിലല്ലാതെ സ്ഥാനാർത്ഥിത്വം നൽകാൻ പാടില്ലെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം പരമാവധി തടയാൻ അവരുടെ ക്രൈസ്തവ വിരുദ്ധ മുഖം വെളിച്ചത്താക്കുന്ന ഉത്തരേന്ത്യൻ ആക്രമണങ്ങളും കേരളത്തിലെ വിവിധ സഭകൾക്കെതിരെ ഉയർന്ന ഭീഷണികളും സാമ്പത്തിക ഉപരോധങ്ങളും ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ചർച്ചയാക്കണമെന്നും കോൺഗ്രസ് കരുതുന്നു. ഇതിനായി ക്രൈസ്തവ ആരാധനാലയങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും വീടുകളും കേന്ദ്രീകരിച്ച പ്രത്യേക പ്രചാരണത്തിന് തുടക്കമിടാനും നിർദ്ദേശങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇതിനു പുറമെ നിലവിലെ സർക്കാരിൻ്റെ പരാജയം ജനങ്ങളിലെത്തിക്കുവാൻ മണ്ഡലം ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയം അസാധ്യമാണെന്നും AICC റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 തവണയും വലിയ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് CPMഉം ഇടതുമുന്നണിയും ജയിക്കാൻ പോകുന്നുവെന്ന അന്തരീക്ഷം അവർ മനഃപൂർവ്വം ഒരുക്കിയെടുത്തുവെന്ന വിലയിരുത്തൽ AICCക്കുണ്ട്. അതിനായി വ്യാജ തിരഞ്ഞെടുപ്പ് സർവേ മുതൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ വരെയാണ് അവർ സംഘടിപ്പിച്ചിരുന്നത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വമ്പൻ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയെങ്കിൽ രണ്ടാമത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടി വിവിധ PR ഏജൻസികൾ കളത്തിലിറങ്ങിയെന്നും AICCക്ക് തിരിച്ചറിവുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതോടെ അവർക്ക് കേന്ദ്രത്തിൽ നിന്നും വൻ സന്നാഹങ്ങളും സാമ്പത്തിക സഹായങ്ങളും മാധ്യമങ്ങളിലൂടെയുള്ള നുണപ്രചാരണവും അകമ്പടിയായി എത്തുമെന്നും കരുതപ്പെടുന്നു. ഇതുകൂടി ആദ്യഘട്ടം മുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസും UDFും വീണ്ടും പ്രതിപക്ഷത്തിരിക്കുമെന്നും വിമർശനങ്ങളുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി പെട്ടിൽ വീഴണമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.